അങ്ങനെ കരഞ്ഞോണ്ടിരിക്കണ ഞാൻ ഇതിന്റെ വക മുട്ട ഫഫ്സ് കാണാം എവിടെ എത്തുന്നുള്ളത്. എങ്ങാനും മുട്ട ഫഫ്സ് ആയിട്ടില്ലെങ്കിൽ അവരെ നമ്മൾ മുട്ടയിട്ട് മുക്കി മൈദായിട്ട് പൊരിക്കുന്നതാണ്. കുഴക്കാൻ പിന്നെ മിഥുൻ മിടുക്കനായതുകൊണ്ട് അവൻ നല്ല കുഴകുഴന്ന് കുഴക്കുന്നുണ്ട്. മസാലയ്ക്കുള്ള ഉള്ളി ഞാൻ വെട്ടി കരഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. ഇതെങ്ങാനും പപ്സ് ആയില്ലെങ്കിൽ നീ തീരുന്നു, മനസ്സിലായ? അങ്ങനെ മെസ്സ് കാണിച്ച് വേറെ ഏതോ ചേച്ചിയുടെ വീഡിയോ നോക്കിയിട്ടാണ് അവൻ ഉണ്ടാക്കുന്നത്. എന്തായാലും കയ്യിലിട്ട് വീണ്ടും കുഴകുഴന്ന് കുഴച്ചതിന് ശേഷം അതിന്റെ അന്നൊരു പീസും എടുത്ത് നേരെ പരച്ചുരുട്ടിയിട്ട് നേരെ പാത്രത്തിൽ എണ്ണയിൽ മുക്കി വെച്ചു. എന്നിട്ട് നേരെ പാത്രത്തിൽ എണ്ണ ഒഴിച്ച് അതിനകത്ത് സവാളൊക്കെ പാടെ വാരിക്കൂട്ടിയിട്ട് ഉപ്പിട്ട് നല്ല കളകളാന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ച് വന്നപ്പോൾ അതിന്റെ അകത്ത് മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പാടിട്ടു. പിന്നെ മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, അതേപോലെ തന്നെ നമ്മുടെ ഗരം മസാല ഒക്കെ പാട്ട് നല്ല കളകളാന്ന് വീണ്ടും ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മസാല സെറ്റ് ചെയ്യാം. അങ്ങനെ മാവ് കൈ പിടിച്ചതിന് ശേഷം നല്ല പരട്ട് തേച്ചിട്ട് നേരെ അത് പരത്തി കഴിഞ്ഞപ്പോൾ നേരെ ഇതും ജെട്ടിമാനായിട്ട് മാറും ചെയ്തു. അതിന്റെ ശേഷം നമ്മൾ ഈ സംഭവങ്ങളൊക്കെ അങ്ങനെ മസാലയൊക്കെ പാടെ ഉള്ളിത്തിരിക്കും മുട്ടയും വെച്ചിട്ട് നേരെ അത് 4 പുറ ചീം മടക്കും ചെയ്തിട്ട് നേരെ എയർ ഫയർ കേട്ട് തിരിച്ചിറക്കിയപ്പോൾ എന്റെ മോനെ വേറെ ലെവലായിട്ട് കാണാൻ. അങ്ങനെ മിഥുനെ കൊണ്ട് കഴിപ്പിച്ച് നോക്കിയപ്പോൾ അവൻ പറഞ്ഞു അടിപൊളിയായിട്ട് സ്വന്തം ഉണ്ടാക്കിയതല്ലേ. എന്തായാലും അതിന്റെ ശേഷം ഞാനൊന്ന് കഴിച്ചു നോക്കി സംഭവം അടിപൊളിയെന്ന്. അപ്പൊ ഇന്നത്തെ പരിപാടി